പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് വളരെ ഉപയോഗപ്രദമായൊരു ഇംഗ്ലീഷ് ഗ്രാമർ വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. ഇംഗ്ലീഷ് പഠിച്ചു എന്ന് കരുതുന്ന പലർക്കും ഉണ്ടാകാവുന്ന ചില സംശയങ്ങൾ നിവാരണം ചെയ്യുക എന്നതാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം. Understand the difference. What do you do? What are you doing? What have you done? What have you been doing? Tense എന്ന കാര്യം പഠിച്ചവർക്കറിയാം. What do you do is simple present tense. What are you doing എന്നത് present continuous tense. What have you done എന്നത് present perfect tense. What have you been doing എന്നത് present perfect continuous tense. ഇത് ഏതൊക്കെ കോണ്ടെക്സ്റ്റുകളിലാണ് ഉപയോഗിക്കേണ്ടത് എന്നതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. What do you do? ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. താങ്കൾ എന്താണ് ചെയ്യുന്നത്? What do you do? I do nothing. What do you do? I do nothing. താങ്കൾ എന്താണ് ചെയ്യുന്നത്? ഇനി what are you doing? ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. What are you doing? താങ്കൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? What action is being progressed or what action is progressing now? What are you doing? What action is progressing now? What do you do? താങ്കൾ എന്താണ് ചെയ്യുന്നത്? താങ്കൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മളൊരു കോണ്ടെക്സ്ച്വലി സ്പീക്കിംഗ് ഇത് രണ്ടും ഇൻ്റർചേഞ്ചബിൾ ഉപയോഗിക്കേണ്ട കാര്യമാണ്. What do you do? What are you doing? അർത്ഥവ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചാൽ അർത്ഥവ്യത്യാസമുണ്ട്. പക്ഷേ ഒരേ കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഏതാണ്ട് ഉപയോഗിക്കേണ്ട കാര്യമാണ്. What do you do? What are you doing? ഇനി what do you do? What have you done? ഇത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ്. വാട്ട് ഹാവ് യു ഡൺ there? താങ്കൾ അവിടെ എന്താണ് ചെയ്തത്? താങ്കൾ അവിടെ എന്ത് ചെയ്യുന്നു? താങ്കൾ അവിടെ എന്താണ് ചെയ്തത്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഉപയോഗം മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും ഇത് തമ്മിലുള്ള അർത്ഥവ്യത്യാസം. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് an action that has just been completed. ഇപ്പോൾ നടന്ന ഒരു കാര്യം പറയാൻ, ഇപ്പോൾ നടന്നൊരു കാര്യം പറയാൻ. രണ്ട്, ആക്ഷൻ that has happened in the past but the effect of action is now. Action happened in the past but the effect of action is now. മൂന്ന്, to express a duration up to now. Suppose I have been learning for some time. ഞാൻ കുറച്ച് നേരമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനത് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്നു I have completed my homework. I have completed my learning schedule. ഇപ്പോൾ നടന്ന കാര്യം പറയാൻ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഇല്ലാതെ പറ്റില്ല. രണ്ട്, to express an action, consider a past time. A past time. പാസ്റ്റിൽ തുടങ്ങി up to now. ഞാൻ നിങ്ങളെ 1 മണിക്കൂറായി പഠിപ്പിക്കുന്നു. ഞാൻ നിങ്ങളെ 1 മണിക്കൂറായി പഠിപ്പിക്കുന്നു. I teach you for 1 hour is wrong. I am teaching you for 1 hour is wrong. Rather I should say I have taught you for 1 hour now. I have taught you. I have taught you for 1 hour. Meaning 10 മണിക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തു, ഇപ്പോൾ 11 മണി. Now it is 11 o'clock. ഞാൻ പറയാണ് I have taught you for 1 hour now. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ എന്തൊക്കെ വിശദീകരിക്കാമോ അതൊക്കെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും പറയാം. എനിക്ക് പറയാം
I have been teaching you for 1 hour now. I have taught you for 1 hour now, or I have been teaching you for 1 hour now. This is present perfect tense and this is present perfect continuous tense. Present perfect tense ഉം present perfect continuous tense ഉം simultaneous ആയി ഉപയോഗിക്കാം, ഒരേ ഒക്കേഷൻസിൽ ഉപയോഗിക്കാം. അർത്ഥവ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വിശദീകരിക്കുന്ന രീതിയിൽ, എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ നേരിയ അർത്ഥവ്യത്യാസമുണ്ട്. പക്ഷേ കൺവേ ചെയ്യുന്ന മീനിങ് ഒന്ന് തന്നെയാണ്. വാട്ട് ഹാവ് യു ഡൺ ദെയർ, വാട്ട് ഹാവ് യു ബീൻ ഡൂയിങ് ദെയർ. ഇനി ഒരു കാര്യം കൂടെ ഒന്ന് വിശദീകരിക്കാം. വാട്ട് ആർ യു ഡൂയിങ് ദെയർ, വാട്ട് ഹാവ് യു ബീൻ ഡൂയിങ് ദെയർ, ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വാട്ട് ആർ യു ഡൂയിങ് ദെയർ മീൻസ് the question maker is concerned about the action that is progressing right now. അവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ആക്ഷനെ കുറിച്ച് മാത്രമേ കൺസേൺ ഉള്ളൂ. വാട്ട് ആർ യു ഡൂയിങ് ദെയർ. പക്ഷേ ഇങ്ങനെയാണ് ചോദിക്കുന്നിരിക്കട്ടെ, വാട്ട് ഹാവ് യു ബീൻ ഡൂയിങ് ദെയർ എന്ന് ചോദിക്കുകയാണെങ്കിൽ ചോദ്യകർത്താവ് കുറച്ച് നേരമായി ആ ടൈം ഫ്രെയിം കൂടെ കൊണ്ടുവരികയാണ്. കുറച്ച് നേരമായി അവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചോദ്യം കേൾക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഇതെടുക്കേണ്ടത്? വാട്ട് ആർ യു ഡൂയിങ് ദെയർ എന്ന് ചോദിച്ചാൽ ചോദ്യകർത്താവ് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഞാനിപ്പോൾ അവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാട്ട് ഹാവ് യു ബീൻ ഡൂയിങ് ദെയർ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഇൻറ്റൻറ്റ് കേൾക്കുന്ന ശ്രോതാവിന് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്, കുറച്ച് നേരമായി ഞാൻ അവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ക്വസ്റ്റ്യൻ മേക്കറുടെ കൺസേൺ. അപ്പോൾ സിമ്പിൾ present tense, present continuous tense, present perfect tense, present perfect continuous tense. ഇനി ഒരു കാര്യം കൂടെ, ഞാൻ നേരത്തെ സിമ്പിൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു എന്തൊക്കെയാണ് ഉപയോഗം. ഒന്ന്, to express an action that has just been completed, an action that has just been completed. രണ്ട്, past up to now. മൂന്ന്, action that happened in the past but the effect of action is now. Action happened in the past but the effect of action is now. Suppose I gave a homework to you. In the last class I gave you an homework. A homework was given to you in the last class. Today I come to your class. ഇന്ന് ഞാൻ നിങ്ങളുടെ ക്ലാസ്സിൽ വന്ന് ചോദിക്കുകയാണ്, did you all do the homework? ഈ ക്വസ്റ്റ്യൻ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഫ്രെയിം ചെയ്യേണ്ടത്. have you all done the homework എന്ന് വേണം ചോദിക്കാൻ. കാരണം ഐ എം നോട്ട് കൺസേൺഡ് അബൌട്ട് ദ എക്സാക്ട് ടൈം ഓർ ടൈം ഇൻ ദ പാസ്റ്റ് വെൻ യു എക്സാക്ട്ലി ഡിഡ് ദ ഹോംവർക്ക്. നിങ്ങൾ പാസ്റ്റിൽ ഏത് സമയത്താണ് ഈ ഹോംവർക്ക് ചെയ്യുന്നത് എൻ്റെ കൺസേൺ അല്ല, പകരം നിങ്ങൾ ഹോംവർക്ക് ചെയ്തോ എന്നതാണ് എൻ്റെ കൺസേൺ. സോ ഐ ഷുഡ് ആസ്ക്, ഹാവ് യു ഓൾ ഡൺ ദ ഹോംവർക്ക്? അപ്പോൾ നിങ്ങൾ മറുപടി പറയാണ്, വി ഓൾ ഡിഡ് ദ ഹോംവർക്ക്. റോങ്. പകരം നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യണം? സർ, വി ഓൾ ഹാവ് ഡൺ ദ ഹോംവർക്ക്. അപ്പോൾ ഞാൻ ഒരു പർട്ടിക്കുലർ ഒരാളുടെ അടുത്ത് ചോദിക്കുകയാണ്, താങ്കൾ എപ്പോഴാണ് ഹോംവർക്ക് ചെയ്യുന്നത്? അവിടെ ഞാൻ സിമ്പിൾ പാസ്റ്റ് ടെൻസ് കൊണ്ടുവരണം. വെൻ ഡിഡ് യു ഡു ദ ഹോംവർക്ക് എന്ന് ചോദിക്കണം. വാട്ട് വെൻ ഹാവ് യു ഡൺ എന്ന് ചോദിക്കരുത്. അപ്പോൾ അദ്ദേഹം പറയണം, ഐ ഡിഡ് ഇറ്റ് അറ്റ് യെസ്റ്റർഡേ നൈറ്റ്. ഐ ഡിഡ് ദ ഹോംവർക്ക് അറ്റ് യെസ്റ്റർഡേ നൈറ്റ്. ഐ ഡിഡ് ഇറ്റ് അറ്റ് 9 o'clock യെസ്റ്റർഡേ. വാട്ട് എവർ ഇറ്റ് ബി. സോ ഓർക്കേണ്ട കാര്യം, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഒരു കാരണവശാലും പാസ്റ്റ് സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കില്ല. ഐ ഹാവ് ഡൺ മൈ ജോബ് യെസ്റ്റർഡേ. This is wrong. Rather, I should say, I did my job
യെസ്റ്റർഡേ. ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലേ പറയാവുള്ളൂ. യെസ്റ്റർഡേ, യെസ്റ്റർ ഇയർ, ലാസ്റ്റ് ഡേ, ലാസ്റ്റ് ഇയർ, പാസ്റ്റ് ഡേ, പാസ്റ്റ് ഇയർ, ഇങ്ങനെ പാസ്റ്റ് സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിനോടൊപ്പം ഉപയോഗിക്കരുത്. എന്നാൽ ഇങ്ങനെ നിങ്ങൾക്ക് പറയാം, ഞാൻ ഇന്നലെ മുതൽ ആ ജോലിയിൽ വ്യാപൃതനായിരിക്കുകയാണ്. അവിടെ നമുക്ക് പറയാം എന്താണ്, യെസ്റ്റർഡേ, എ ടൈം ഇൻ ദ പാസ്റ്റ്, മുതൽ അപ് ടു നൗ. ഇവിടെ എന്ത് വേണം, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉണ്ടായേ പറ്റുള്ളൂ. ഐ ഹാവ് വർക്ക്ഡ് അറ്റ് ഇറ്റ് സിൻസ് യെസ്റ്റർഡേ. ഐ ഹാവ് വർക്ക്ഡ് അറ്റ് ഇറ്റ് സിൻസ് യെസ്റ്റർഡേ. ഐ ഹാവ് ബീൻ വർക്കിംഗ് അറ്റ് ഇറ്റ് സിൻസ് യെസ്റ്റർഡേ. അവിടെ ഇന്നലെ മുതൽ ഇന്ന് വരെ എന്ന സൂചനയാണ്. അതിന് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് അഥവാ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉണ്ടായേ പറ്റൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ആൻഡ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഈ 4 ടെൻസുകളിലെയും ഏതാണ്ടൊരു ധാരണ നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുന്നു. ഇനി നിങ്ങളിതെങ്ങനെ പഠിക്കണമെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ടെൻസുകൾ ഉപയോഗിച്ച സെൻറ്റൻസുകൾ കാണുമ്പോഴും കേൾക്കുമ്പോഴുമൊക്കെ അത് ഇന്ന ടെൻസാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. കുറച്ച് ദിവസം ശ്രമിച്ചാൽ ഒരു 100 150 സെൻറ്റൻസുകളിലെ ടെൻസുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ ദെൻ നിങ്ങൾക്ക് ആ പോർഷൻ ഓഫ് ഗ്രാമർ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് പഠിക്കുന്ന രീതി ലളിതമാക്കുക, അതാണ് പഠനത്തിൻ്റെ വഴി. ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണപ്രദമായെന്ന് കരുതുന്നു. ഇത്തരം ധാരാളം വീഡിയോകൾ ഇനിയും ഞാൻ കൊണ്ടുവരാം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം വീഡിയോകൾക്കും നോട്ടിഫിക്കേഷനുമായിട്ട്. താങ്ക് യു വെരി മച്ച്. നന്ദി.